വൈവിധ്യമാർന്നിട്ടുള്ള പ്രചരണങ്ങൾ കേരള യാത്രയുടെ മറ്റൊരു ഹൈലൈറ്റ് ഭാഗം. പ്രവർത്തകരുടെ കഴിവുകളെയെല്ലാം പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളുടെ ഓരോ സമ്മേളനത്തിന്റെ പ്രചരണങ്ങളും ആസൂത്രണം ചെയ്യൽ. എത്ര മനോഹരമായിട്ടാണ് ഓരോ പ്രവർത്തകരും ഓരോ ജില്ലയിലും ചെയ്തു കൂട്ടുന്നത്. അത് മനുഷ്യരുടെ ഹൃദയങ്ങളെ കീഴടക്കുന്നത്. എന്നാൽ കേരളത്തിന് പുറത്തു നിന്ന് അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചാലോ? നീലക്കടലിന്റെ നടുവിൽ പവിഴപ്പുറ്റുകളാൽ മുത്തുമാല പോലെ കോർത്തു കിടക്കുന്ന ഒരു സമൂഹമാണ്. അതാണ് ലക്ഷദ്വീപ് സമൂഹം. കേരളത്തിന്റെ സംസ്കാരത്തിനോടും ഭാഷയെയും ആത്മാവിലേക്ക് ആവോളം നെഞ്ചിലേറ്റിയ ലക്ഷദ്വീപുകാർക്ക് കേരളത്തിൽ അഹ്ലുസുന്നയോടും പണ്ഡിതന്മാരോടും ഒരു അഗാധ സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന പ്രണയപ്പെയ്ത്താണ് ഇത്തരം വിവിധ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ലക്ഷദ്വീപ് അഗത്തിദ്വീപിലെ പാടി അമ്മാത്തി ഡൈവി റിസോർട്ടിൽ അബ്ദുൽ ബാരി പുളിപ്പര എന്ന് പറയുന്ന SOSന്റെ ലക്ഷദ്വീപ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം പോരാത്തതിന് അരീക്കോട് മജ്മഅയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാഴ്ച നഷ്ടാക്കണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. ഒരു കിഡിലൻ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടുപോകാലോ. ഓക്കെ. നേരരുൾ വാണയാനമാരവം അണയുവാൻ തീരസാഗരം കൂരിരുൾ കാരിരുമ്പിനാലയം തേത്തരാൻ ഹൃദയമാഗതം കൈപ്പിടിച്ചഭയം പുഞ്ചിരിച്ചതരം നെഞ്ചിലൂറുന്ന സഞ്ചയം ഉൾപ്പിരിഞ്ഞകലും വെയിൽ മുറിഞ്ഞയയും നഞ്ഞു തോരുന്ന വിരകയും പക ഊർന്നു ചൂട്ടുകായ കൂർത്ത കൂട്ടുചേരാൻ കനനകമിൽ നാം നനവിഞ്ച ഈ അണയുവാൻ പൊതിരുവാ പക ഊർന്നു ചൂട്ടുകായാൻ കൂർത്ത കൂട്ടുചേരാൻ കനലകമിൽ നാം നനവിഞ്ച ഈ അണയുവാൻ പൊതിരുവാൻ നന്മഴകായി വെൺമുകിലായി. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് വാട്സപ്പ് നമ്പർ വാങ്ങിയിട്ട് ഈ വീഡിയോകളൊക്കെ അയച്ചു തന്നിട്ട് അവസാനം അദ്ദേഹം ഒരു എഴുത്തെഴുതി: തെങ്ങും കടൽ സമ്പത്തും കൊണ്ടു നടക്കുന്ന ഞങ്ങൾ ദ്വീപുകാർ ഇങ്ങനെയെങ്കിലും പ്രചരണങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യരാണോ?